തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു വാർത്ത വരുന്നത് നെടുമങ്ങാട് പത്താങ്കലിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി എന്നാണ്. കോൺഗ്രസിന്റെ ബൂത്ത് ഓഫീസിൽ കയറി CPIM പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. 4 കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. ആക്രമണം നടത്തിയവരെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. ദേവനുണ്ട് വിവരങ്ങളുമായി. ദേവൻ, സംഘർഷം നിയന്ത്രണ വിധേയമാണോ? പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടിട്ടുണ്ടോ? എന്തൊക്കെ വിശദാംശങ്ങൾ? ആനന്ദ്, നിലവിൽ സംഘർഷം നിയന്ത്രണ വിധേയമാണ്. പോലീസിന്റെ ഇടപെടൽ അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകിട്ട് 7:00 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നെടുമങ്ങാട് പത്താങ്കല്ലിൽ ഇന്നലെ പ്രവർത്തനം ആരംഭിച്ച കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസാണ് CPM പ്രവർത്തകർ ആക്രമിച്ചത് അല്ലെങ്കിൽ തല്ലി തകർത്തെന്നുള്ള പരാതിയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മീനാങ്കൽ കുമാർ എത്തിക്കൊണ്ടായിരുന്നു ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പാർട്ടി ഓഫീസ് ഇവിടെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇരു വിഭാഗവും തമ്മിൽ നേരത്തെ തന്നെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ടാണ് ആ തർക്കത്തിന് പരിഹാരം കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ CPMന്റെ മുൻപ് അവിടെ ഒരു ഗ്രന്ഥശാല, ഈ കോൺഗ്രസിന്റെ ഇന്നലെ പ്രവർത്തനം ആരംഭിച്ച ഈ ഇലക്ഷൻ കമ്മിറ്റി ബൂത്ത് നിൽക്കുന്ന സ്ഥലത്ത് CPMന്റെ മുൻപ് അവിടെ ഒരു ഗ്രന്ഥശാല പ്രവർത്തിച്ചിരുന്നു. ഈ സ്ഥലം കോൺഗ്രസ് കൈയേറി അവിടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് തുടങ്ങി എന്നുള്ള വിവരമാണ് അവിടെ നിന്നും പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സംഘർഷത്തിൽ 4ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. വ്യക്തമാണ്. CPIM പ്രവർത്തകർക്ക് നേരെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. വിശദാംശങ്ങളാണ് ദേവൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.